അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖുൽ മുസ്ലിമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശ്വാസികളുടെ നിത്യജീവിതത്തിലെ കർമ്മശാസ്ത്ര വിശകലനമാണ് ഫിഖുൽ മുസ്ലിമിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായിട്ട് ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി മുആമലാത്തുമായി, ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മശാസ്ത്ര വിശകലനമാണ് നമുക്ക് നടത്താനുള്ളത് ഇൻഷാ അള്ളാഹ്. കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യം ചോദിക്കുവാനുള്ളത്. ഒരു കച്ചവടം ഇസ്ലാമികമായിട്ട് ശരിയാകുവാൻ എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത് എന്നാണ് അടിസ്ഥാനമായി അറിയേണ്ടത്. എന്തെല്ലാമാണ് അതിൻ്റെ നിബന്ധനകൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കച്ചവടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഹലാലാക്കി എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു. വ അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ. അപ്പോൾ കച്ചവടം ഇസ്ലാമിൽ മൗലികമായി ഹലാലാണ്. എല്ലാ കച്ചവടവും ഹലാലാണ്. ഹറാമാണ് എന്ന് വ്യക്തമായി തെളിയിക്കപ്പെടാത്ത, തെളിവില്ലാത്തിടത്തോളം കാലം പൊതുവെ കച്ചവടങ്ങൾ ഹലാലാണ്. ഇതതിൻ്റെ അടിസ്ഥാന നിയമമാണ്. പക്ഷേ ഒരു കച്ചവടം, ഈ ഹലാലായ കച്ചവടം തന്നെ സാധുവാകണമെങ്കിൽ, ശരിയാകണമെങ്കിൽ ചില ഉപാധികൾ, നിബന്ധനകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിൽ എല്ലാം പറയുക ഉദ്ദേശമല്ല. നമ്മൾ സാധാരണഗതിയിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അശ്രദ്ധമായി പോകുന്ന ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ കച്ചവട വസ്തു ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ച വസ്തുവായിരിക്കണം. അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ ഉപയോഗം അനുവദിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്. മദ്യം, പന്നിമാംസം, ഇതൊക്കെ ഇസ്ലാം ഹറാമാക്കിയതാണ്. അതിൻ്റെ വിപണനവും അതിൻ്റെ വ്യാപാരം, കച്ചവടം ഇതൊക്കെ ഹറാമാണ്, പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ വിൽപ്പന ചരക്ക്, വിൽക്കുന്ന വസ്തു ഹലാലായിരിക്കണം. പിന്നെ ഈ വിൽപ്പന വസ്തുവിന് ഒരു ഉടമസ്ഥൻ ഉണ്ടായിരിക്കണം. ഉടമാവകാശം വളരെ പ്രധാനപ്പെട്ട. ഉടമസ്ഥനാണ് വിൽക്കാനുള്ള അധികാരമുള്ളൂ. ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ മറ്റൊരാളെ അറിഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച അയാൾക്കും വിൽക്കാം. അഥവാ ഉടമസ്ഥനുള്ള വസ്തുവായിരിക്കണം. കാരണം കച്ചവടം എന്ന് പറഞ്ഞാൽ അഖ്ദുൻ നാക്കിലുൻ ലിൽ മിൽക്കിയ എന്നാണ്. ക്രേതാവും വിക്രേതാവും തമ്മിലുള്ള ഉടമാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇടപാടാണ്. അപ്പോൾ വിൽക്കുന്നയാളിൽ നിന്ന് ഉടമാവകാശം വാങ്ങുന്നയാളിലേക്ക് പൂർണ്ണമായും മാറും. അപ്പോൾ ഉടമസ്ഥാവകാശം ഉള്ളതിനെ അത് മാറുള്ളൂ. അതുകൊണ്ട് തന്നെ മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വസ്തു വാങ്ങിച്ചാൽ, ആ വാങ്ങിച്ചത് കാശ് കൊടുത്തിട്ടാണെങ്കിലും വില കൊടുത്തിട്ടാണെങ്കിലും ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ആ ഇടപാട് ശരിയല്ല. അത് കച്ചവടം സാധുവല്ല, മിൽക്കിയത്തില്ല, ഉടമസ്ഥ. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. കള്ളൻ കൊണ്ടുവന്ന് സാധനം വാങ്ങിച്ച ആളെ പോകും. പോലീസ് പിടിച്ചാൽ അയാളെ അത് പോയി. ഇത് അതിനേക്കാളൊക്കെ മുമ്പേ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം തന്നെ അങ്ങനെയാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വസ്തു ഹലാലായിരിക്കണം. ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ച അതായിരിക്കണം. ഉടമാവകാശം ഉണ്ടായിരിക്കണം. വില ഫിക്സ് ആയിരിക്കണം. വസ്തുവിൻ്റെ വില ഇത്രയാണ് എന്ന് വിൽക്കുന്നയാളും വാങ്ങുന്ന ആളും പരസ്പരം തൃപ്തിപ്പെട്ട് അംഗീകരിച്ച വിലയായിരിക്കണം. വാങ്ങിക്കൊണ്ടുപോയതിന് ശേഷം കൂട്ടി പറയുക, അല്ലെങ്കിൽ വില വാങ്ങിക്കുമ്പം തന്നെ പറയുക വൈകുന്നതിനനുസരിച്ച് കൂടും കേട്ടോ. ആ കൂടുന്ന എമൗണ്ട് കൃത്യമായാലും പ്രശ്നമാണ്. അടുത്ത മാസം 1-ാം തീയതി തന്നെ തരണം. 1-ാം തീയതി തന്നില്ല, 2-ാം തീയതി ആണെങ്കിൽ ഇത്ര റുപ്യ കൂടും, 3-ാം തീയതി ആണെങ്കിൽ ഇത്ര റുപ്യ കൂടും, പിറ്റത്തെ മാസമാണെങ്കിൽ ഇത്ര റുപ്യ കൂടും. അത് 10 റുപ്യ, 11 റുപ്യ, 12 റുപ്യ എന്നൊക്കെ പറഞ്ഞാൽ പോലും അവിടെയും വില എന്തല്ല, നിർണിതമല്ല. കാരണം ഇയാൾ എത്ര വൈകും എന്നുള്ളത് വ്യക്തമല്ല. ആ വൈകുന്നതിനനുസരിച്ച് വില കൂടുന്നുള്ളതാണ്. അപ്പം ഈ യക്കൂന സമനു മാലൂമൻ, വില കൃത്യമായിരിക്കും, നിർണിതമായിരിക്കണം. അതുകൊണ്ടാണ് ഇൻസ്റ്റാൾമെന്റ് കച്ചവടം ഹലാലായതുകൊണ്ട് ഹറാമായതുകൊണ്ട് എന്ന് പറയാൻ കാരണം.
അടവ് തെറ്റുന്നതിനനുസരിച്ച് വില കൂടും എന്ന നിബന്ധന ആദ്യം എഴുതി ചേർത്താൽ ആ ഇടപാടിന്റെ ഭാഗത്തിലാണ്. അതാണ് ഇപ്പൊ സംശയമായിട്ട് വന്നത്. ഞാൻ ആ ചോദിക്കാൻ പോകുന്നത് അതായിരുന്നു. അതോ നമ്മുടെ നാട്ടിൽ സാധാരണ ആ നടക്കാറുള്ളൊരു അതെ കച്ചവടമാണ്. അതെ. അപ്പോൾ വില വളരെ കൃത്യമായിരിക്കണം. വിൽപ്പന വസ്തു അത് അതും പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ കൃത്യമായി മനസ്സിലാക്കാൻ കണ്ണോണ്ട് കാണുന്ന പണ്ടത്തെ കാലത്ത് പറയാം. ഇന്നിപ്പോൾ അത് നടക്കണ കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു മാരുതി സ്വിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങളത് കാണുമൊന്നുമില്ല. അതിൻ്റെ മുവാസഫാത്ത് അതായത് ഡിസ്ക്രിപ്ഷൻസ് ഇന്ന അത് വേറെ അതേ മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഇതൊക്കെ കിട്ടും. അഥവാ അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. വാങ്ങുന്ന ആൾക്ക് വസ്തുവിനെ കുറിച്ച് നല്ല കൃത്യമായ അവബോധം ഉണ്ടായിരിക്കണം. ഞാൻ വാങ്ങിച്ചു നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ, എങ്ങനെയൊന്നല്ല. നേരത്തെ വിൽപ്പന ഉറപ്പിക്കുന്ന സമയത്ത് തീരുമാനിച്ച ഗുണഗണങ്ങൾ ഒന്നും ഇല്ലല്ലോ എന്ന് അയാൾക്ക് പറയാൻ പറ്റണതാ. നിങ്ങൾ എനിക്ക് തന്ന ഇത് ഇന്ന ഗുണങ്ങൾ ഒക്കെ ഉണ്ട്, അതില്ല. അത് അങ്ങനത്തെ വസ്തുക്കൾ. അതേസമയം പശു, ആട് ഇതൊക്കെ ആണെങ്കിൽ കാണുക തന്നെ വേണം. കാണുന്നതിന് തടസ്സമില്ലല്ലോ. അപ്പോൾ കാണുക എന്നതല്ല, അതായത് വാങ്ങുന്നയാളെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം, ബോധം, അറിവ് ഉണ്ടായിരിക്കണം. എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായി അറിയേണ്ട. വേറെയും ചില നിബന്ധനകൾ പ്രത്യേകം ശ്രദ്ധയാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അശ്രദ്ധ സംഭവിക്കുന്നത് ഇവിടെയാണ്. ഉടമയിലില്ലാത്ത വിൽക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ഒരു സംഗതി ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ വേറൊരാളത്ത് നിന്ന് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട് ഉദാഹരണം പറയാം, നിങ്ങളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരാടിന് ആവശ്യമുണ്ട്, അഖീഖ അറക്കാൻ ഒരാടിന് ആവശ്യമുണ്ട്, അത് ഞാൻ ഏറ്റ്. എത്ര കിലോൻ്റെ ആട് വേണം? നമ്മളൊരു 10 കിലോ. അന്ന് അഡ്വാൻസ് തന്നോളി, 10 കിലോൻ്റെ ആട് ഞങ്ങൾക്ക് നാളെ എത്തിച്ചേരാം. അപ്പം നിങ്ങളെ കയ്യിൽ ആടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ? നിങ്ങളെ സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് മേടിച്ചിട്ട് എനിക്ക് കൊണ്ടുതരാന്നുള്ള. അത് പറ്റൂല. ലാ ചെബിയ മാ ലൈസ എന്റെ ഉടമസ്ഥതയിലില്ലാത്തത് നീ വിൽക്കാൻ പാടില്ല. പൈസ വാങ്ങാൻ പാടില്ല. അത് പൈസ വാങ്ങുന്നതിന് കുഴപ്പമില്ല. വാങ്ങുമ്പോൾ വിറ്റതിന്റെ വില എന്നുള്ള അർത്ഥത്തിൽ വാങ്ങാൻ പാടില്ല. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ പോയി നോക്കട്ടെ, ഞാൻ മേടിച്ചു കൊണ്ടുവരാം, അപ്പൊ നിങ്ങൾ അയാളുടെ ഇടനിലക്കാരൻ മാത്രമേ ആവുള്ളൂ, അതിന് കുഴപ്പമില്ല. കച്ചവടം ചെയ്യാൻ പറ്റില്ല. മുസ്താഹിദില് നിങ്ങൾ നിബന്ധനയായി പറഞ്ഞത് ഒന്നാമത്തെ നിബന്ധന വസ്തു ഹലാലായിരിക്കണം എന്നുള്ളതാണ്. വസ്തു ഹലാലാണ്, പക്ഷെ ആ വസ്തു വിൽക്കുന്നത് ഒരു ഹറാമായ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര, മുന്തിരി, ഇതൊക്കെ ഹലാലാണല്ലോ കച്ചവടം ചെയ്യാൻ. പക്ഷെ അത് വിൽക്കുന്നത് ഒരു മദ്യം ഉണ്ടാക്കാനാണ്, ലഹരി ഉണ്ടാക്കാനാണ് എങ്കിൽ അത് ആ കച്ചവടം ഹലാലാവുമോ? അവിടെ ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്, മാ അദ്ദ ഇലൽ ഹറാമി ഫഹുവ ഹറാം. ഹറാം, ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാര്യം ഹറാമാക്കിയാൽ ആ ഹറാമിലേക്ക് നയിക്കുന്ന റൂട്ടുകൾ, അതിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹറാമാണ്. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു തിയറിയാണ്, സിദ്ധാന്തമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹറാം, ഇത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറയും, ബൈഉൽ ഇനമി ലിമൻ യത്തഖിദുഹു ഖംറൻ. മദ്യം വാറ്റാനാണ് എന്ന് ഉറപ്പുണ്ട്, അത്തരം ഒരാൾക്ക് മുന്തിരി വിൽക്കുന്നത് ഹറാമാണ്. ഈ ഹറാമിനൊരു പേരുണ്ട് ഇസ്ലാമിൽ, ഹറാമുല്ലി ഗൈരിഹി. മുന്തിരി വിൽക്കുക എന്നത് അടിസ്ഥാനപരമായിട്ട് ഹലാലാണ്, അത് ഹറാമല്ല. മദ്യം വിൽക്കുക എന്നത് അടിസ്ഥാനപരമായിട്ട് തന്നെ ഹറാമാണ്. മുന്തിരിയും മദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ മുന്തിരി വിൽക്കുന്നത് ഹറാമാകുന്നത് മുന്തിരി വിൽക്കുന്നത് കൊണ്ടല്ല, മുന്തിരി വിൽപ്പന ഹറാമായൊരു കാര്യത്തിന് വേണ്ടിയില്ല. കലാപം നടക്കുമ്പോൾ ആയുധങ്ങൾ വിൽക്കുന്നത് ഹറാമാണ്. ഒരു നാട്ടിൽ ഭയങ്കര കലാപം നടക്കുകയാണ്, അപ്പോൾ നിങ്ങൾ കിട്ടിയ ചാൻസിന് ഇപ്പം കത്തി വെടിയുണ്ടൊക്കെ വിറ്റാൽ നല്ല ലാഭമായിരിക്കും, അപ്പോൾ വിൽക്കുന്നത് ഹറാമാണ്. കാരണം അത് കൂടുതൽ കലാപം ഉണ്ടാവാൻ തിന്മയിലേക്ക് നയിക്കും. ഇത് ഖുർആന്റെ തത്വം എന്ന് വെച്ചാൽ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിനും അതിക്രമത്തിനും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടില് ലോട്ടറി കച്ചവടം വ്യാപകമാണല്ലോ. അപ്പോൾ ആ ലോട്ടറി കച്ചവടങ്ങളിൽ തന്നെ ചിലത് ഗവൺമെന്റിന്റെ ലോട്ടറികളുണ്ട്. ആ ലോട്ടറികളിൽ ചിലതൊക്കെ പറയുന്നത്
രോഗികൾക്ക് കാരുണ്യ ലോട്ടറി. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് അതിന്റെ അതെ. പൈസ ഉപയോഗിക്കുന്നത്, കാരുണ്യ ലോട്ടറി പോലെ തന്നെ. ഉം. അപ്പൊ ആ ഒരു പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ അതിനോട് സഹകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കിയാൽ അതിൻ്റെ അർത്ഥം അത് സതുദ്ദേശം ഉണ്ടായാലും ഹലാലാവൂല എന്നാണ്. ഇത് ഹറാമാക്കിയത് അല്ലാഹു അടിസ്ഥാനപരമായി ഹറാമാണ് ഹറാമാണ് ഒരു സംഗതി. സതുദ്ദേശം കൊണ്ട് മാത്രം എന്താവൂല, ഹലാലാവൂല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അള്ളാഹു നല്ലവനാണ്, നല്ലതല്ലാത്തൊന്നും അള്ളാഹു സ്വീകരിക്കൂല. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു വഴിയായിട്ട് ലോട്ടറി കാണാൻ പറ്റൂല. കാരണം അത് മൗലികമായിട്ട് തന്നെ ഇസ്ലാം ഹറാമ, ഖുർആൻ വളരെ ഖണ്ഡിതമായി ഹറാമാക്കിയ സംഗതിയാണ്. എന്താ കാരണം? ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ലാഭമാകുന്നത്. എനിക്ക് കണ്ടറിഞ്ഞ്, നിങ്ങളുടെ പ്രയാസം കണ്ടറിഞ്ഞ് നിങ്ങൾക്കൊരു 100 രൂപ ദാനമായി തരുന്നത് പോലെയല്ല ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. അത് മറ്റുള്ളവർക്ക് സഹായകരാട്ടെ എന്നതിനേക്കാൾ അയാളെ മനസ്സിലുള്ളത് അടുത്ത നറുക്ക് എനിക്ക് കിട്ടണമെന്നാണ്. അല്ലെങ്കിൽ അയാൾ അതിനല്ലല്ലോ നിൽക്കുക, പോയി സഹായിക്കാനാണല്ലോ കൊടുക്കുക. അപ്പൊ മനുഷ്യര് ഈ കാരുണ്യം, ദയ, സഹാനുഭൂതി, പരക്ഷേമ തൽപരത, ഇങ്ങനെയുള്ള കുറെ നന്മകളൊക്കെ ഇല്ലാതാക്കുന്നു. കുറുക്ക് വഴിയിലൂടെ വലിയ സംഖ്യ നേടാനുള്ള വഴികൾ മനുഷ്യൻ ആശ്രയിക്കുന്നു. ക്രയശേഷി ഇല്ലാതാക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പുറമെ തന്നെ സ്ഥിരമായി ഒരാൾക്ക് അടിക്കാതെ നിൽക്കുമ്പോൾ ഒരാൾക്ക് അടിക്കുന്നതും കാണുമ്പോൾ അയാളോടൊരു പകയും വിദ്വേഷമൊക്കെ അതും ഉണ്ടാവും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ എന്താ യൂഖിയ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി. മദ്യത്തിലും ചൂതാട്ടത്തിലൂടെ ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് പരസ്പര ജനങ്ങൾക്കിടയിലെ പകയും വിദ്വേഷമാണെന്ന് പിശാച് അതിന് ഉദ്ദേശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഹറാമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, ഈ ഖുർആൻ ഇത് നിഷിദ്ധമാക്കുമ്പോൾ അതിന്റെ സ്വഭാവം തന്നെ അങ്ങനെ. അതായത് അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട സംഗതിയാണ്. ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം ലളിത ജീവിതത്തിന്റെ ആളുകളാണ്. ഒരാൾക്ക് സ്വന്തമായ വീടുണ്ടാവില്ല. അങ്ങനെ ടെന്റ് പോലെ മക്കയിൽ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കണ, പിന്നെ യാത്രയല്ലേ, ടെന്റ് ഇങ്ങനെ കെട്ടുക, അതിൽ താമസിക്കുക, പിറ്റേന്ന് വേറെ ഒരു സ്ഥലത്ത് പോകും, അവിടെ താമസിക്കുക. ചെറിയ സങ്കല്പങ്ങൾ, വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. ഈത്തപ്പഴവും പച്ചവെള്ളവും, എപ്പോഴെങ്കിലുമൊക്കെ ഒരാടോ ഒട്ടകോ ഒക്കെ അറുത്തിട്ട് അങ്ങനെയുള്ള ഇങ്ങനെ ലളിതമായ ജീവിതം. ഈ ജീവിതം നയിക്കുന്ന ഇവര് ചൂതാട്ടത്തിലൂടെ ഭാഗ്യക്കുറിയിലോ ഇത് അവർക്ക് ഒട്ടകമൊക്കെ നറുക്കടിച്ചാൽ അവരെന്താ ചെയ്യുക? അവരത് ഇന്നിപ്പോൾ ഒരാൾക്ക് നറുക്കടിച്ച ആ പൈസ കൊണ്ട് അയാൾ ബാങ്കിൽ ഡെപ്പോസിറ്റും അയാളെ സമ്പത്ത് വർദ്ധിപ്പിക്കാനല്ല ഇവരങ്ങനല്ല ചെയ്യുക. ഇവർ ഈ ഒട്ടകത്തെ അറക്കും. ഒട്ടകം നറുക്കടിച്ച ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് വിതരണം ചെയ്യുക. അവർ സ്വന്തമായിട്ട് സ്വാർത്ഥമായി ഇതാക്കില്ല. എന്നിട്ട് പോലും അതിനാണ് ഹറാമാക്കി. അതുകൊണ്ട് നല്ല ഉദ്ദേശമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. കാരണം ഇതിന്റെ നിഷിദ്ധമാക്കുമ്പോൾ തന്നെ ഇതിന്റെ ആദ്യ കാലത്ത് തന്നെ അത് ഉപേക്ഷിച്ചിരുന്നത്. അപ്പൊ ഇനി കാരുണ്യ ലോട്ടറി അല്ല, ആ വിചാരത്തോടെ അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടെ ആണെങ്കിലും ഇസ്ലാം അത് ഹറാമാക്കി. അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാണല്ലോ. ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഈ ലാഭം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിന് എത്ര ലാഭം എടുക്കാം? ഇസ്ലാം ഒരു പ്രായോഗിക മതമാണ്. മാത്രമല്ല അതിൻ്റെ വിധികൾ, ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾ അത് കാലികവും സാർവജനിക, എല്ലാ കാലത്തേക്കും എല്ലാ പ്രദേശത്തേക്കൊക്കെ പറ്റിയതുമാണ്. ഒരു വസ്തുവിന് ഇത്ര ശതമാനമേ ലാഭമെടുക്കാവൂ എന്നൊരു നിയമം ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. കാരണം ഒരു വസ്തു, ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് സാധനം ഇവിടെ എത്തുന്നുണ്ട്. കാശ്മീരിൽ നിന്ന് ഒരു ആപ്പിൾ ഇവിടെ എത്തുമ്പോഴേക്ക്, 1 കിലോ ആപ്പിൾ ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ 100-200 രൂപ കൊടുക്കണം. കാശ്മീരികൾ ചിലപ്പോൾ ഒരു കാർട്ടൂൺ ഇട്ടാൽ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ടാകുക. പക്ഷെ ആപ്പിൾ അവിടെ നിന്ന് പറന്ന് ഇവിടെ എത്തൂലല്ലോ. അതിന്റെ ചെലവ് മാത്രമല്ല, ഓരോ അതിർത്തിയിലെത്തുമ്പോഴും അതിന്റെ ടാക്സ് കൊടുക്കണം. അങ്ങനെ കുറേ റിസ്ക് ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ഒരു കച്ചവടക്കാരനോട് അയാൾ വരാം, നിങ്ങൾ ഞാൻ കാശ്മീരിൽ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു, ടൂർ പോയിരുന്നു, അവിടെ ഒരു കാർട്ടൂൺ ആപ്പിളിന് 100 രൂപ കൊടുത്തു, നിങ്ങളിപ്പോൾ 2 ആപ്പിളിന് 100 രൂപ ആയല്ലോ എന്ന് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പൊ ലാഭം ഇത്ര ശതമാനം എന്ന് ഫിക്സ് ചെയ്തിട്ടില്ല ഇസ്ലാം. അതേസമയം അപ്പൊ അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ 100% ലാഭം വാങ്ങിച്ച കച്ചവടമൊക്കെ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ ഒരു ആടിനെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ദീനാറും കൊണ്ട് പറഞ്ഞു വെച്ചു. അദ്ദേഹം നല്ല കച്ചവടത്തിൽ സാമർഥ്യമുള്ള സഹാബിയായിരുന്നു. ഉറവത്തുൽ ബാരിഖ് എന്ന അദ്ദേഹത്തിന്. അങ്ങനെ കച്ചവടം അദ്ദേഹത്തിന്റെ സാമർഥ്യം കൊണ്ട് അദ്ദേഹം 2 ആടിനെ വാങ്ങിച്ചു. ഒരു ദീനാർ കൊണ്ട് 2 ആടിനെ വാങ്ങിച്ചു. എന്നിട്ട് വരുന്ന വഴിക്ക് ഒരാടിനെ വിറ്റു. അപ്പൊ ഒരു ദീനാറ് കിട്ടി. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു ദീനാറും കൊടുത്തു, നിങ്ങളെ ദീനാറും ഇതാ, നിങ്ങളെ ആടും ഇതാണ്. എന്താ ഇങ്ങനെ സംഭവിച്ചു? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിച്ചു. ബാറക്കല്ലാഹു ഫീ സഫ്ഖത്തി യമീനിക്, താങ്കളുടെ കച്ചവടത്തിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖബിന് പാടില്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ കബളിപ്പിക്കപ്പെടാൻ പാടില്ല. ഉദാഹരണം പറയാം, എൻ്റെ കടയിൽ നിന്ന് ഒരാൾ ചെരുപ്പ് വാങ്ങിച്ചു. ആ ചെരുപ്പിന് 500 രൂപ. അതേ ചെരുപ്പ് വേറൊരാൾ നിങ്ങളെ കടയിൽ വന്ന് വാങ്ങിച്ചു, 1000 രൂപ വാങ്ങിച്ചു നിങ്ങൾ. അപ്പൊ അയാൾ എന്നോട് എൻ്റെ ചെരുപ്പ് കണ്ടപ്പോൾ, നിങ്ങളെ ചെരുപ്പിന് എന്താ പറയുക? ഞാൻ 500. അയ്യോ, ആ ചങ്ങാതി എന്നെ പറ്റിച്ചു. യഥാർത്ഥ പറ്റിക്കൽ തന്നെയാണല്ലോ. അപ്പൊ മാർക്കറ്റിലുള്ള ഒരു വില ഉണ്ട് ഒരു വസ്തുവിന്, അത് മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ കൊണ്ടോ കൊള്ള ലാഭം എന്നൊക്കെ പറയാൻ വേണ്ടി, സ്വാർത്ഥ ലാഭം, കൊള്ള ലാഭം, അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതിന്റെ പരിധി എത്രയൊന്നും വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താ MRP എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടില് ഗവൺമെന്റ് ഇടപെടുന്ന അമിത വില ഈടാക്കാതിരിക്കാൻ വേണ്ടി. രണ്ടാൾക്കും ആയിരിക്കുന്ന വിലയായിരിക്കണം. അതിൽ തൃപ്തി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ സാധുക്കളാണെങ്കിൽ തൃപ്തിപ്പെടും, പക്ഷെ പറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാകാനുമില്ല. ഇതൊരു പാവം, ഓനിപ്പോ അടിയന്തര ആവശ്യമുണ്ട്, അതുകൊണ്ട് ഓനിപ്പോ കുറച്ച് കൂട്ടി പറഞ്ഞോ, ഇങ്ങനെ പറയാൻ പാടില്ല. അത്രേ ഇസ്ലാമയിൽ വെച്ചിട്ടുള്ളൂ. അതായത് കൊള്ള ലാഭം പറ്റില്ല, ചതി ഉണ്ടാവാൻ പാടില്ല, കബളിപ്പിക്കല് പറ്റില്ല. സാധാരണഗതിയിൽ മാർക്കറ്റിൽ വാങ്ങിച്ചു ഒരേ മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും ഒരേ എന്ന് പറഞ്ഞത്. ഉദാഹരണം പറയാം, ഉള്ളി വിൽക്കുന്ന ഒരു പച്ചക്കറി കച്ചവടക്കാരൻ ഉള്ളി വിൽക്കുന്നു, തക്കാളി വിൽക്കുന്നു. ഒരു കടയിൽ തക്കാളിക്ക് 20 രൂപ, മറ്റേ കടയിൽ 25 രൂപ. പക്ഷെ ഇയാളെ തക്കാളി എന്ന് പറഞ്ഞാൽ ഇയാൾ മേടിച്ചു കൊണ്ടുവന്ന് പെട്ടിന്ന് എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കണാണ്. മറ്റേയാൾ ബൾക്കിനാണ് ഇട്ടിച്ചിക്കനാണ്. അപ്പൊ അതിന്റെ വ്യത്യാസമുണ്ട്. പിന്നെ ചെറിയ ചില കമ്പനികളും ഫ്രഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അതിനൊക്കെ അനുസരിച്ചുള്ള നേരിയ ഏറ്റക്കുറച്ചിൽ പ്രശ്നമല്ല. അതേസമയം അതിൽ കബളിപ്പിക്കാന്ന് പറയില്ല, അത് മനസ്സിലാവും. അതേപോലെ നമ്മളെ പിന്നെ കച്ചവടത്തിൽ തന്നെ ഭൂമി കച്ചവടം, അതുപോലെ തന്നെ വാഹന കച്ചവടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വിൽക്കുമ്പോൾ അതില് സാധാരണ രീതിയിൽ ഉണ്ടാവുന്നതാണ് ഇത്ര ശതമാനം ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അങ്ങനെ പക്ഷെ പ്രത്യേകിച്ച് വലിയൊരു പണിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല, രണ്ടാളുകളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു പണി മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിന് വലിയ ഒരു ബ്രോക്കറേജ്, വലിയ സംഖ്യയൊക്കെയാണ് ചിലപ്പോഴൊക്കെ ഭൂമി കച്ചവടങ്ങളിലൊക്കെ ബ്രോക്കറേജ് ആയിട്ട് ലഭിക്കാറുള്ളത്. അതിന് ഇസ്ലാമികമായിട്ട് ശരിയാണോ? അങ്ങനെ അത് പരസ്പര തൃപ്തിപ്പെട്ടിട്ടാണോ അല്ലേ എന്നുള്ള വിഷയം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ വീട് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നല്ല വില കിട്ടിയാൽ കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും വീട് വേണമെങ്കിൽ ഒന്ന് അറിയിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ഈ മൊബൈൽ ഞാൻ വിൽക്കുകയാണ്, എനിക്കിപ്പോൾ ഇത് പുതിയ മൊബൈൽ വേറെ ഉണ്ട്, ഇത് ഞാൻ വില കിട്ടിയാൽ കൊടുക്കും, എനിക്ക് മാന്യമായൊരു വില കിട്ടിയാൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് എത്ര വില കിട്ടിയാൽ കൊടുക്കും? ഞാൻ പറഞ്ഞു, ഇത് 10,000 രൂപയുടെ വില, ഒരു 8,000 രൂപ കിട്ടിയാൽ ഞാൻ കൊടുക്കും, പുതിയ മൊബൈലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വേറൊരു ഫ്രണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുതിയ മൊബൈലൊന്നും എനിക്ക് വാങ്ങാൻ വയ്യ, മൊബൈൽ നിർബന്ധമാണേനും. അപ്പോൾ മാന്യമായൊരു വിലക്ക് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ എനിക്ക് കിട്ടിയാൽ ഒന്ന് സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞു, ഞാൻ സംഘടിപ്പിച്ച് തരാം, പക്ഷേ വെറുതെ ഈ സേവനം ചെയ്യൂല. നിങ്ങൾ എന്നോടും പറഞ്ഞു, ഞാൻ ഓക്കെ ആരെങ്കിലും വാങ്ങേണ്ടത്. അപ്പം ഞാൻ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയാം എന്നോട്, എനിക്കിനി ചിലവുണ്ട്, ഇനി ഒരു ചിലവില്ല എന്ന് വിചാരിക്കാം, ഫോൺ ചെയ്തേ ഉണ്ടാവുള്ളൂ. രണ്ടാളും നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല, ജസ്റ്റ് ഒരു ഫോൺ ചെയ്യേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഈ അധ്വാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പിക്കാസും കൈക്കോട്ടും എടുത്ത് കൊത്തുന്ന അധ്വാനം എന്നല്ല. അധ്വാനം എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളുടെ റോളിന് ഒരു വില ഉണ്ട്, എല്ലാവരും നിങ്ങളോട് പറയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ എന്നോട് ഒരാൾ മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് അത് നിങ്ങൾ ഷമീമിനോട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയും.
അപ്പൊ നിങ്ങൾ അതിന് എക്സ്പേർട്ടാണ്, അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നൊക്കെ പൊതുവെ അറിയാം. അത് നിങ്ങൾക്ക് വെറുതെ ഉണ്ടായതല്ല, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ സാമർഥ്യമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട് ഇസ്ലാമിൽ. അപ്പം അതുകൊണ്ട് പിടിച്ചു വാങ്ങുക, ചൂഷണം ചെയ്യുക എന്നത് ഒഴിച്ചു നിർത്തിയാൽ ബ്രോക്കറേജ് ഇസ്ലാമിൽ അനുവദനീയമാണ്. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അത് സ്ഥലക്കച്ചവടം എന്ന് റിയൽ എസ്റ്റേറ്റ് ഭയങ്കരമായ വാങ്ങിക്കുന്നത്, അതൊരു ചൂഷണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. ചൂഷണം ഇസ്ലാമിൽ അനുവദനീയമല്ല. അതേസമയം ഒരാൾ വേറെ ജോലിയൊന്നുമില്ല, അയാൾക്കുള്ള രാവിലെ മുതൽ എന്താ പണി, എവിടെയെങ്കിലും ആരെങ്കിലും സ്ഥലം വെക്കുന്നുണ്ടോ നോക്കല, പിറ്റേ ദിവസം ആർക്കും വേറെ സ്ഥലം വേണോ നോക്കാം. അയാൾ ചിലപ്പോൾ വീട്ടിലിരുന്ന് ഫോൺ ചെയ്തിട്ടേക്ക് ഇതൊക്കെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ നെറ്റിലൂടെ വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അയാൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആ ചെയ്യുന്നത് അധ്വാനത്തിന് വാല്യൂ ഉണ്ട്. അതിനയാൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ള സമ്പത്ത് ബ്രോക്കറേജ് വാങ്ങാം തീർച്ചയായിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ കച്ചവടങ്ങളിൽ തന്നെ പലപ്പോഴും അധ്വാനം എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. കച്ചവടത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടി പോയിരിക്കാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ സമ്പത്തുണ്ട്. ചില ആളുകൾക്കൊക്കെ വരുമാനം അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മതിയാകാതെ വരുമ്പോൾ അവർ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്യും, നിക്ഷേപിക്കും. ഷെയർ ഒരു കച്ചവടത്തിലെ ഷെയർ കൂടും. അത് പലപ്പോഴും അത് ചിലപ്പോഴൊക്കെ സങ്കടവും പ്രയാസമൊക്കെ വരാറുണ്ട്. അതില് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ ഷെയർ ചെയ്യുമ്പോൾ അത് അനുവദനീയമാണോ? ഇനി അനുവദനീയമാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഈ ഇത്തരം ഇൻവെസ്റ്റ്മെന്റിന് പല രൂപങ്ങളുണ്ട്. ഒരു രൂപം നിങ്ങൾ ആദ്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാശുണ്ട്, 10 ലക്ഷം രൂപ, ഉദാഹരണമായിട്ട് സർവീസിന് പിരിഞ്ഞ ഒരാളാണെന്ന് വിചാരിച്ചു. അയാൾ PF എന്നൊരു 10 ലക്ഷം രൂപ, അയാൾക്ക് അങ്ങനെ മെയ്യടങ്ങി പണിയെടുക്കുന്ന കച്ചവടം ചെയ്യാനോ കൃഷി ചെയ്യാനോ ഒന്നും അറിയില്ല, അതിന് ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്നാൽ ഈ പൈസ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മൂല്യം കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം ഇപ്പം നിങ്ങൾ കച്ചവടക്കാരനാണ്, അപ്പം ഞാൻ പറയാം 10 ലക്ഷം ഞാൻ നിങ്ങൾക്ക് തരാം കച്ചവടം ചെയ്യാൻ, ലാഭം എനിക്കും തരണം. അപ്പം നിങ്ങളുടെ അധ്വാനം എൻ്റെ പണം മുതൽ. ഇതിന് ഇസ്ലാമിൽ മുലാറബ എന്നാ പറയാം. മുലാറബ. ഈ മുലാറബൻ്റെ നിബന്ധന, എൻ്റെ റോള്, എൻ്റെ പങ്ക് ക്യാഷാണ്, മൂലധനമാണ്, നിങ്ങളുടെ റോള് അധ്വാനമാണ്. ഇത് രണ്ടുമാണ് ഇവിടെ ഷെയർ ആവുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലാഭശതമാനം ഫിക്സ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പറയാണ് ഞാൻ കച്ചവടം ചെയ്തോളാം, നിങ്ങൾക്ക് ലാഭം ഞാൻ ഉണ്ടായിത്തരാം, നിങ്ങൾക്ക് എത്ര ശതമാനം ലാഭം എന്ന് പറഞ്ഞോളി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 50% ലാഭം വേണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അതിന് എന്നെ കിട്ടൂല, കാരണം എനിക്ക് അതിന് നല്ല അധ്വാനമുണ്ട്, നട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു 60% ആണെങ്കിൽ ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ആയിക്കോട്ടെ, 60%, 100 രൂപ ലാഭം കിട്ടി എങ്കിൽ 60 രൂപ നിങ്ങൾക്കും 40 രൂപ എനിക്കും. 50 രൂപയെ കിട്ടിയുള്ളൂ, അപ്പോൾ 30 രൂപ നിങ്ങൾക്കും 20 രൂപ എനിക്കും. ഇനി 200 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ലാഭം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ വിഹിതം കൂടും, എൻ്റെ ലാഭവിഹിതം കൂടും. ഇനി നഷ്ടമാണെന്ന് വിചാരിക്കുക, നഷ്ടമാണ് സംഭവിക്കുന്നതിൽ എൻ്റെ മുതലിനെയാണ് അത് ബാധിക്കുക, നിങ്ങളുടെ അധ്വാനവും നഷ്ടമാവും. ഇങ്ങനെയുള്ള ഇടപാടിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഒരിക്കലും നഷ്ടം ഉണ്ടാക്കാതെ ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും. കച്ചവടം ചെയ്യുന്ന ഞാനും അതിൽ നിങ്ങളെ മാക്സിമം സഹായിക്കും. കാരണം എന്താ, ലാഭം കൂടുന്നതിനനുസരിച്ച് നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമാണ്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കും, ഞാനും എന്നെ കൊണ്ട് ചെയ്യുന്ന സഹായമൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇസ്ലാമിലെ സാമ്പത്തിക ഇത്തരം ഇടപാടുകൾ വമ്പൻ നേട്ടങ്ങൾ കൈവരിക്കുന്നതും അള്ളാഹുവിൻ്റെ ബർക്കത്തും അതിലുണ്ടാവും. അപ്പം ഇതിനാണ് മുലാറബ എന്ന് പറയുക. എന്നാൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ ഞാൻ ആദ്യം തന്നെ 10 ലക്ഷം ഞാൻ തരാം, പക്ഷെ ലാഭം എനിക്ക് കിട്ടേണ്ട ലാഭം നടത്തത്തിൽ ഫിക്സ് ചെയ്യണം, ഫിക്സഡ് എമൗണ്ട് ആവണം. ഈ 10 ലക്ഷത്തിൻ്റെ 1% 10% എന്ന് പറഞ്ഞു നിൽക്കുക, അത് പറ്റൂല. മൂലധനത്തിന്റെ ഇത്ര ശതമാനം എന്ന് ഫിക്സ് ചെയ്താലുള്ള പ്രശ്നം എന്താ, മറ്റത് ലാഭത്തിന്റെ ഇത്ര ശതമാനം. ലാഭത്തിന്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം എപ്പോഴും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അറിയില്ല, കൂടും കുറയൊക്കെ ചെയ്യും, കൂടും കുറയും ചെയ്യാം. ക്യാപിറ്റലിന്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞു നിൽക്കുക, സ്ഥിരമായ ആ സംഖ്യ കൊടുക്കണം, നിങ്ങൾ തരേണ്ടി വരും. ലാഭം ഉണ്ടായാൽ നിങ്ങൾ ഞാൻ 10% എനിക്ക് ലാഭം തരണം എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ 50-60% ലാഭം കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എത്ര തന്നാൽ മതി, 10% തന്നാൽ മതി. അപ്പം എനിക്കത് നഷ്ടമാണ്, ബാക്കി എൻ്റെ ഹക്കാണ് നിങ്ങളെ എടുക്കുന്നത്. ഇനി
ഒറ്റ ശതമാനം ഇല്ലാന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് എനിക്ക് തരേണ്ടി വരും. അതെനിക്ക് അനുവദനീയാവൂല. അപ്പൊ ഇസ്ലാമിലെ കൂട്ടു സംരംഭങ്ങളിലെ അടിസ്ഥാന നിയമമാണ് ആർക്കാണോ ലാഭത്തിന് അവകാശമുള്ളത്, അർഹതയുള്ളത്, അവർക്ക് നഷ്ടം സഹിക്കാനുള്ള ബാധ്യതയും ഉണ്ട്. മറ്റൊരു ഭാഷയിൽ ആർക്കാണോ നഷ്ടം സഹിക്കേണ്ട ബാധ്യതയുള്ളത് അവർക്കേ ലാഭം പറ്റാനുള്ള അർഹതയുള്ളൂ. അൽ ഗുർമു ബിൽ ഗുൻമി ഹദീസിലുള്ളതാണ്. അൽ ഖറാജ് ബിൽ ദമാനി. ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി ഇസ്ലാം ഇതിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഫിക്സ്ഡ് ആയിട്ട് ഇത്ര എന്റെ പണത്തിന്റെ ഇത്ര ശതമാനം പൈസ ലാഭം സ്ഥിരമായി നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കച്ചവടം അല്ലെങ്കിൽ ഹറാമാണ്, ശുദ്ധ പലിശയോട് അത് തന്നെയാണ്. അതാ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ കച്ചവടം ഹലാലാക്കി, രണ്ടും കച്ചവടവും പലിശയും യഥാർത്ഥത്തില് ലാഭം ഉണ്ടാക്കാനാണ് ചെയ്തത്. അപ്പൊ കച്ചവടം എന്നിട്ട് ഹലാലാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തു. എന്താണ് അതിന്റെ ന്യായം? അപ്പൊ അത് അവിടെ പ്രശ്നം ഇതാണ്. പലിശയിൽ ലാഭം എപ്പോഴും ഒരാൾക്ക് ഉറപ്പാണ്. ലാഭം മാത്രമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. നഷ്ടം അയാൾക്ക് ഇല്ലതാനും. അയാളുടെ ക്യാപിറ്റൽ അവിടെ ഗ്യാരണ്ടിയുമാണ്. അതൊരിക്കലും നീതിയല്ല. ഇസ്ലാം നീതിയുടെ മതമാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് പലിശ ഹറാമാക്കുന്നത്. മറ്റേ കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാവാൻ എപ്പോഴും സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഉള്ളത്, പിന്നെ കറൻസി ട്രേഡിങ് സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അത് ഇസ്ലാമില് ഹലാലാണോ? അല്ലല്ല, ഇസ്ലാമിൽ അനുവദനീയമാണ്. ഹദീസിൽ വ്യക്തമായി നിയമമുള്ള ഇടപാടാണ് കറൻസി ട്രേഡിങ്. കറൻസി അന്നുണ്ടാവില്ല, അന്ന് സ്വർണ്ണ നാണയം വെള്ളി നാണയമാണല്ലോ. പക്ഷെ അതിന് നിബന്ധനകളുണ്ട്. അതെന്താന്ന് വിചാരിച്ചാൽ സ്പോട്ടിൽ കൈമാറ്റം നടന്നിരിക്കും. രൊക്കമായിട്ടുള്ള ഇടപാടുകളെ കറൻസി ട്രേഡിങ്ങിൽ ആവും. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 500 റിയാലുണ്ട്, ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഉംറക്ക് പോയപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കിയായതാണ്, അതിന് ഇന്ത്യൻ മണി വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, ഞാൻ നാളെ ബാങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ ATM കാർഡ് കൗണ്ടറിൽ പോയിട്ട് മാറ്റിയിട്ട് നാളെ രാവിലെ തരാം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. നിങ്ങൾ എൻ്റെ അടുത്ത് 500 റിയാൽ തന്നു. അപ്പം ഞാൻ എപ്പോഴാണ് അതിനുള്ള ഇന്ത്യൻ മണി തരിക? നാളെ രാവിലെ. അത് പറ്റൂല. അപ്പോഴേക്കും മാറ്റം വന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, ശറഈ ആയിട്ട് അത് പറ്റൂല. അതിൻ്റെ യുക്തി വളരെ വലിയ സാമ്പത്തിക യുക്തി അതിലുണ്ട്. നമ്മുടെ നാട്ടിൽ എക്സ്ചേഞ്ചിൽ അത് പാടില്ല എന്നാ. മണി എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് നാളെ വരും നിങ്ങൾ പൈസ വരാണ്ടെന്ന് പറയാൻ പറ്റൂല. അത് അപ്പം സ്പോട്ടിൽ കൈമാറിപ്പോണം. അപ്പൊ അങ്ങനെ പറ്റുകയുള്ളൂ. ഇതാക്കാന യദംബിയത് അദ്ദീനാരു ബിദ്ദീനാരി ഹാ വഹാ. ഹദീസിലൊന്നാണത്. യദംബിയത്, കയ്യോടെ കൊടുക്കണം, അതേ പറ്റുള്ളൂ. അപ്പൊ ഇനി ഞാൻ പറയാ, പിന്നെ നിങ്ങൾ നാളെ രാവിലെ വരി, അപ്പോഴേക്ക് പൈസ ഇവിടെ എത്തും. അപ്പൊ നിങ്ങളെ കാശും കൊണ്ട് നാളെ രാവിലെ വന്നാൽ മതി, അപ്പോഴേ ഞാനിത് തരണ്ടേ ഉള്ളൂ. അതിൽ പല യുക്തിയുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോൾ 500 റിയാൽ എൻ്റെ അടുത്ത് തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നാളെ രാവിലെ തന്നാൽ മതിയല്ലോ. അപ്പം എന്നോട് ഒരാൾ പറയും എനിക്ക് അർജൻറ്റായിട്ട് ഞാൻ സൗദി പോവാണ്, റിയാൽ കുറച്ച് കയ്യിൽ അർജൻറ്റായിട്ട് ആവശ്യമുണ്ട്, എനിക്ക് അവിടെ ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, ഇതൊരു 10,000 റുപ്യ പിടിച്ചോളി, അല്ലെങ്കിൽ എത്ര ഇന്ത്യൻ മണി എത്ര വെച്ചാൽ പിടിച്ചോളി, എനിക്കിപ്പോൾ 500 റിയാലാണ് വേണ്ടത്. അയാൾക്കത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ലാഭം അയാൾക്കാ, ആരാൻ്റെ പൈസ കൊണ്ട്. ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. മൂല്യ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ മതി. ഒരൊറ്റ യുദ്ധം പ്രഖ്യാപിക്കുന്നതോടുകൂടി തല തിരിയും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇറാഖ് കുവൈത്ത് അധിനിവേശം, പിന്നെ അമേരിക്ക ഇറാഖ് യുദ്ധം, പിന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ഈ സമയത്തൊക്കെ സാമ്പത്തിക നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിമിഷങ്ങൾ കൊണ്ടാണ് എന്താകുക, കൂപ്പുകുത്തുക. അപ്പൊ അതുകൊണ്ടാണ് ഈ കൈയോടെ ഇടപാടുകൾ നടക്കുക. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വെച്ചാ മതിയായിരുന്നു, ആ ചങ്ങായി ഇന്റെ പൈസ കൊണ്ടാണല്ലോ അന്ന മനുഷ്യ ഈ ബിലീസ് ഇങ്ങനെ ഉണ്ടാക്കും. അത് തമ്മിലുള്ള അത് നമുക്ക് കൈയോടെ കഴിക്കാൻ കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ഉള്ളത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ അടുത്തൊരു 20 ലക്ഷം രൂപ ഉണ്ട്. ആ 20 ലക്ഷം രൂപ കൊടുത്താൽ എനിക്കൊരു ഫ്ലാറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടും. അപ്പൊ 20 ലക്ഷം കൊടുക്കുന്നത്
എന്തിനു കൊടുക്കണത്? അത് കടായിട്ട് കൊടുക്കണം. കടല്ല, പണയായിട്ട് കൊടുക്കണ പോലെ വാടക കൊടുക്കണ, വാടക അഡ്വാൻസ് ആയിട്ട് എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഒരു 5 ലക്ഷം ഉറുപ്പ്യ ആവശ്യമുണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്യാ, എനിക്ക് 2 വീടും ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കണം, വാടക കൊടുക്കാതെ താമസിക്കണം. അപ്പൊ ഞാൻ പറയാണ്, 5 ലക്ഷം തന്നോ, ഇതിൽ 1 കൊല്ലോ 2 കൊല്ലോ താമസിച്ചോ, 5 ലക്ഷം ഞാൻ തിരിച്ചു വരുമ്പോ വീടാൻ കൊഞ്ഞു തന്നാ മതി. അതെ, അങ്ങനെ പല ഫ്ലാറ്റുകളും വലിയ വലിയ സംഖ്യ വെച്ചിട്ട് ചെയ്യുന്നത്. 20 ലക്ഷം രൂപ കൊടുത്താൽ ഇപ്പൊ വലിയ വലിയ ബോർഡുകൾ നമ്മൾ കാണാൻ കഴിയും. അത് തിരിച്ചു പോരുമ്പോ ആ പൈസ, നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ഇടപാടുകൾ ശരിയാണോ? തിരിച്ചു വാങ്ങാൻ ഉദ്ദേശിച്ച് കൊടുക്കുന്ന സംഖ്യക്കാണ് കടം എന്ന് പറയാം. അതിന് ഇസ്ലാമിൽ കർള് എന്നാ പറയാ. ഈ കർള് എത്രയാണോ തിരിച്ചു കൊടുത്തത് അത്ര മാത്രമേ വാങ്ങാൻ കൊടുത്ത ആൾക്ക് പാടുള്ളൂ. അതിലധികം എന്ത് ഡിമാൻഡ് വെച്ചാലും അതൊക്കെ പലിശയാണ്. കുല്ലു കർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. സംഖ്യ അതേ സംഖ്യ തിരിച്ചു തരാം, പക്ഷെ അതിൽ താമസിക്കാനുള്ള സൗകര്യം. അതെ, ആ താമസിക്കുന്ന വീടിനൊരു വാടക നിശ്ചയിച്ചു നോക്ക്. എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം ഉറുപ്പ്യ തന്നു, നിങ്ങളെ വീട്ടിൽ ഞാൻ ഫ്രീ ആയിട്ട് താമസിക്കുക. ആ വീട് പുറത്ത് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ മാസം ആ വീടിന് 10,000 റുപ്യ 5,000 റുപ്യ കിട്ടും വിചാരിക്കുക. 5,000 റുപ്യ കിട്ടിയ ഒരു കൊല്ലം 60,000 റുപ്യായി. അപ്പൊ 60,000 റുപ്യ ഞാൻ ഒരു കൊല്ലം നിങ്ങളുടെ അടുത്ത് നിന്ന് പലിശ വാങ്ങിയ പോലെയായി. കാരണം എൻ്റെ 5 ലക്ഷങ്ങൾ തിരിച്ചു തരുമല്ലോ. അപ്പൊ അത് അങ്ങനെ പറയണില്ല എന്ന് മാത്രം. അപ്പൊ അതൊരു പലിശയുടെ അതേ അല്ല, പലിശയുടെ അതേ അല്ല, പലിശയാണിത്. അത് പണ്ഡിതന്മാര് പലിശയെ പറ്റി പറഞ്ഞാണ്, കുല്ലു കർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. മൻഫഅത്ത് പ്രത്യേകം, കടത്തിന്റെ മുകളിൽ പ്രത്യേകം ആനുകൂല്യം നിശ്ചയിച്ചു കൊണ്ടുള്ള ഇടപാട് പലിശയാണ്. എന്ത് ഉപകാരം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എൻ്റെ അയൽവാസിയാന്ന് കൂട്ടിക്കും, നിങ്ങളുടെ അടുത്ത് ഒരു ബൈക്കും ഉണ്ട്, ഒരു 10,000 റുപ്യ നിങ്ങൾ എന്നോട് കടം വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കടമൊക്കെ തരാം, പക്ഷെ രാവിലെ സ്കൂൾ എൻ്റെ മോളെ കൊണ്ടേയാക്കി കൊടുക്കണം. നിങ്ങൾ ഏതായാലും ആ ബൈക്ക് പോവാണല്ലോ, ആ പോകുമ്പോൾ നിങ്ങളെ ബൈക്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഓട്ടോ നിങ്ങളെ വണ്ടിയിൽ എൻ്റെ മോളെയും കൂടി പിക്ക് ചെയ്യണം, ഓളവിടെ ഇറക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 10,000 തരാം എന്ന് പറഞ്ഞാൽ പലിശയായി. അവിടെ പൈസ ഒന്നും വാങ്ങുന്നില്ല, ഈ ഡിമാൻഡ് വെച്ചു. ഉപകാരം അത് വെച്ചാൽ തന്നെ അത് പലിശയായി. അതെ, അങ്ങനെ ഒരു ഉപകാരം കൂടെ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള നിബന്ധനയാവുമ്പോഴാണ് കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങളിപ്പോ പറയാ, എന്നോട് കടം വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പിന്നെ സ്കൂളിലേക്ക് പോവാണ്, അപ്പോൾ നിങ്ങൾ ഏതായാലും പോണ്ട്, മോളിൽ കയറിക്കോ എന്ന്, അതിന് കുഴപ്പമില്ല. കടം വാങ്ങിയിട്ട് അതും ഇതും ബന്ധമല്ല, ഇതൊരു നിബന്ധനയായി വരുമ്പോഴാണ്. ഇതിപ്പോ സാധാരണ ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളിലൊക്കെ നിബന്ധന എഴുതി വെക്കുക. അതെ, പണയം എന്നാ പറയാ. പണയം എന്ന കരാറിൽ പണയത്തിന് ഇസ്ലാമിൽ ഹുക്മ് പണയ വസ്തു പണയപ്പെട്ടവൻ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഉപയോഗിക്കാനുള്ള അനുവാദം ഉണ്ട്, പിന്നെ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും.